ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ, അത് മണ്ഡലം കമ്മിറ്റി നേതാവട്ടെ, തന്തയ്ക്ക് വിളിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകട്ടെ, നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആദരണീയരായ കോൺഗ്രസിന്റെ സഹപാനലിസ്റ്റ് ആവട്ടെ, കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതീകമായി കണ്ടിരുന്ന നേതാക്കന്മാരുടെ മക്കളാവട്ടെ, എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തുലക്കടോ. ഏതെങ്കിലും ഇത്തരത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ BJP-യിൽ ചേരുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആരെങ്കിലും സന്തോഷിക്കേണ്ടതുണ്ടോ? ഒറ്റ വാചകത്തിൽ ഉത്തരം പറഞ്ഞാൽ അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം ഇല്ല എന്ന് തന്നെയാണ്. ജാഗ്രതയോടുകൂടെ, അതിലുപരി ആശങ്കയോടുകൂടെ കേരളത്തിലെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ കോൺഗ്രസിന് നേരിടേണ്ട വരുന്ന അപജയത്തെ ഞങ്ങൾ ജാഗ്രതയോടുകൂടെ നോക്കിക്കാണാൻ ജനങ്ങളോട് വർദ്ധിച്ച കരുത്തോടുകൂടെ ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്? ഞാൻ മധ്യപ്രദേശിലെയും ഗോവയിലെയും ഗുജറാത്തിലെയും ഒന്നും ഉദാഹരണത്തിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. നമ്മളുടെ 1 മണിക്കൂർ നീണ്ട ചർച്ചയുടെ സമയം തികയാതെ വരും. കോൺഗ്രസ് സംഭാവന ചെയ്ത 300-ൽ 100-ലധികം വരുന്ന MP-മാരെയും 1 ഡസനോളം വരുന്ന കോൺഗ്രസ് BJP-ക്ക് സംഭാവന ചെയ്ത ഇപ്പോഴത്തെ മുഖ്യമന്ത്രിമാരെയും സംബന്ധിച്ച് വിശദീകരിച്ചാൽ ആ സമയം തികയാതെ വരും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങ് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ശ്രദ്ധിച്ചു നോക്കുക. കേരളത്തിലെ എണ്ണം പറഞ്ഞ എല്ലാ ജില്ലയിൽ നിന്നും കോൺഗ്രസിന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാവിനേക്കാൾ തലയെടുപ്പും തലപ്പൊക്കവുമുള്ള കോൺഗ്രസിന്റെ ഉന്നത സ്ഥാനീയർ വഴിവരിയായി നിന്ന് BJP-യുടെ അപ്പകഷ്ണം സ്വീകരിച്ച് RSSന്റെ പാളയത്തിലേക്ക് ചേക്കേറിയില്ലേ? അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. അതായത് കേരളത്തിൽ തന്നെ ലോകസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് BJP-ക്ക് സംഭാവന ചെയ്ത സ്ഥാനാർത്ഥികളാൽ നിറയുന്നു. ഈ അനുഭവങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ലളിതമായ ഒരു ചോദ്യമേ ഇരുന്നുള്ളൂ. മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് ഗ്യാരണ്ടി ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കഴിയുമോ? ഗുരുജി ഗോൾവൽക്കറുടെ ചിത്രത്തിന് ചുവട്ടിൽ പഞ്ചപുച്ഛമടക്കി വിളക്ക് കൊടുത്താൻ നിൽക്കുന്ന VD സതീശന് നിങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കണോ? എടക്കാട് RSSന്റെ ശാഖയ്ക്ക് CPM-ൽ നിന്നും കാവൽ നിന്നിട്ടുണ്ടെന്ന് പറയുന്ന KPCC-യുടെ പ്രസിഡന്റിൽ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കണോ? ഇത് വെറും തുടക്കമാണ്, ബാക്കി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ജ്യോതികുമാർ ചാമക്കാല ഇവിടെ എന്താ പറഞ്ഞു വരുന്നത്? ദേശീയ തലത്തിൽ BJP-യെ എതിർക്കാൻ കഴിയുക CPM-നാണ്, കോൺഗ്രസിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നു എന്നാണ് താങ്കൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ താങ്കളുടെ ഒരു നറേഷനായി താങ്കൾ കൊണ്ടുവന്നത്. നമ്മൾ മത്സരിക്കുന്നത് പഞ്ചായത്തിലേക്കല്ലോ, നമ്മൾ മത്സരിക്കുന്നത് ഇപ്പോൾ മത്സരം നടക്കുന്നത് ദേശീയ തലത്തിൽ പാർലമെന്റിലേക്കല്ലേ. എന്താണ് LDF-ന്റെ ദേശീയ തലത്തിലുള്ള പ്രസക്തി? എത്ര സീറ്റാണ് പാർലമെന്റിൽ ഉള്ളത്? അതിൽ എത്ര സീറ്റിലാണ് CPM മത്സരിക്കുന്നത്? CPM എത്ര സീറ്റിലാണ് BJP-ക്കെതിരായി മത്സരിക്കുന്നത്? CPM-ന് കഴിഞ്ഞ പാർലമെന്റിൽ എത്ര സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്? ബംഗാളിൽ, ത്രിപുരയിൽ, അതുപോലെ UP-യിൽ അവർക്ക് ഒരു ഘട്ടത്തിൽ 44 MLA-മാരുണ്ടായിരുന്നു. പഞ്ചാബിൽ അവർക്ക് 18 MLA-മാരുണ്ടായിരുന്നു, 2 MP-മാരുണ്ടായിരുന്നു. UP-യിൽ അവർക്ക് MLA-മാരുണ്ടായിരുന്നു. ബീഹാറിലും ആന്ധ്രാപ്രദേശിലും അവർ പ്രതിപക്ഷമായി വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ അവസ്ഥ എന്താണ്? എവിടെ പോയി അവരുടെ നേതാക്കന്മാരൊക്കെ? എന്തേ പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും അവരുടെ ഓഫീസ് ഉൾപ്പെടെ BJP ലയിച്ചത്? ഇനി ലയിച്ചവരുടെയും പോയവരുടെയും MP-മാരുടെയും MLA-മാരുടെയും ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ വായിക്കാം. ഒരുപാടുണ്ട്. വിശ്വനാഥ മേനോൻ NDA സ്ഥാനാർത്ഥിയായി കേരളത്തിൽ മത്സരിച്ചു. അദ്ദേഹം ആരായിരുന്നു കേരളത്തിൽ? അദ്ദേഹം കേരളത്തിൽ ധനകാര്യമന്ത്രിയായിരുന്നു CPM-ന്റേത്, അല്ലേ? അപ്പോൾ അവരൊക്കെയാണ് ഇത്തരത്തിൽ ദേശീയ തലത്തിൽ സംസ്ഥാനത്ത് ആദ്യം BJP-യിൽ പോയിട്ടുള്ളവർ. ജെയ്ക്സി തോമസ്, ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി, കോൺഗ്രസിൽ നിന്ന് അഖിലേന്ത്യാ നിലവാരമുള്ള വർഗീയവാദി മുതൽ മണ്ഡലം നിലവാരമുള്ള വർഗീയവാദി വരെ BJP-യിൽ ചേരുന്ന സമയത്ത് നമ്മുടെ സഹപാനലിസ്റ്റും അദ്ദേഹത്തെക്കാൾ തലയെടുപ്പും തലപ്പൊക്കമുള്ള നേതാക്കന്മാരൊക്കെ പറയാറുള്ള ഒരു വാചകമുണ്ട്. ആ വാചകം, ഇന്ത്യയിൽ BJP-യെ നേരിടാൻ CPM-ന് എന്ത് പ്രസക്തിയാണുള്ളത്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ ചോദ്യത്തിന്റെ രസകരമായ അവസ്ഥ എന്താണ്? ത്രിപുരയിലും BJP-യിലും CPM നേതാക്കന്മാർ പോയില്ലേ എന്നാണ് ഇവർ പറയുന്നത്. അതിന് സത്യമല്ലേ? കോൺഗ്രസ് നേതാവ്, ഞാൻ അങ്ങേ വെല്ലുവിളിക്കട്ടെ, അങ്ങേക്ക് അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ അങ്ങ് പറയണം. ഒരു 5 CPM നേതാക്കന്മാരുടെ പേര് ത്രിപുരയിലോ പശ്ചിമ ബംഗാളിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും BJP-യിലേക്ക് പോയിട്ടുള്ള ഒരു 5 CPM നേതാക്കന്മാരുടെ പേര് അങ്ങയുടെ അവസരം കിട്ടുമ്പോൾ അങ്ങൊന്ന് പറഞ്ഞു തരണം. അത്രയും വേണം. യൂത്ത് കോൺഗ്രസിലെ PC ജോർജ് ആണ് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. നാവെടുത്താൽ കേട്ടാൽ അറപ്പുളവാക്കുന്ന തെറി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് വിജയൻ എന്ന് വിളിക്കുക, ആദരണീയരായ ഗോവിന്ദമാഷെ ഗോവിന്ദൻ എന്ന് വിളിക്കുക, അതുകൊണ്ട് ഇപ്പൊ എന്താ? അവരുടെ കുടുംബക്കാരെ കുറിച്ച് അശ്ലീലം പറയുക. യൂത്ത് കോൺഗ്രസിന് ഒരു PC ജോർജിനെ ലഭിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ PC ജോർജ് ആണ് യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ്. ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവ്, ഞാൻ അങ്ങയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് പൊളിറ്റിക്കലി തന്തയില്ലാത്ത കുറെ അവന്മാരെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കോൺഗ്രസ് ആയി വിജയിപ്പിച്ചിട്ട് എന്ത് ഗുണം? അത് CPM ചോദിക്കുന്നതല്ല,
യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിലെ PC ജോർജിന്റെ വാക്ക് കടമെടുത്ത് കേരളത്തിന്റെ ഇന്ത്യയുടെ മതനിരപേക്ഷ ചേരി ചോദിക്കുന്നതാണ്. പൊളിറ്റിക്കലി തന്തയില്ലാത്ത 8-ലധികം ജില്ലയിലെ കുറെ കേരളത്തിലെ കോൺഗ്രസുകാരുടെ പേര് പറഞ്ഞു. അങ്ങ് മിണ്ടിയോ? മിണ്ടിയില്ലല്ലോ. ടോം വടക്കൻ, KS രാധാകൃഷ്ണൻ, അബ്ദുൾ സലീം, പ്രമീല ദേവി, പത്മജ വേണുഗോപാൽ, അനിൽ ആന്റണി. ഓ അതൊക്കെ അറിയാലേ. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള PC ജോർജിന്റെ വാക്ക് കടമെടുത്ത പൊളിറ്റിക്കലി തന്തയില്ലാത്ത അങ്ങയുടെ കൂടെയും അങ്ങേക്കാളും മെച്ചപ്പെട്ട് പ്രവർത്തിച്ച കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാ ഒക്കെ BJP-യിലാ. തെരഞ്ഞെടുത്തിട്ട് എന്ത് ഗുണം? ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. യൂത്ത് കോൺഗ്രസിലെ PC ജോർജിന്റെ വാക്ക് കടമെടുത്താൽ ഗോവയിൽ 12 കോൺഗ്രസ് MLA-മാർ പൊളിറ്റിക്കലി തന്തയില്ലാത്തവന്മാരായി BJP-യിൽ ചേർന്നു. എത്ര പേര് വേറെയുണ്ട്? മഹാരാഷ്ട്രയിൽ പൊളിറ്റിക്കലി തന്തയില്ലാത്ത അശോക് ചൗഹാൻ BJP-യിൽ ചേർന്നു. എന്താ കോൺഗ്രസ് നേതാവിന്റെ അഭിപ്രായം? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അഭിപ്രായം അതിന് തൊട്ടുപുറകിൽ ഇതൊക്കെ ആളുകൾ കേട്ടോണ്ടിരിക്കല്ലേ? യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഷ ഉപയോഗിച്ചല്ലേ കോൺഗ്രസുകാരോട് സംവദിക്കാൻ കൂടുതൽ എളുപ്പം. ഞങ്ങളുടെ ഭാഷ പറഞ്ഞ അവർക്ക് മനസ്സിലാകും. ഭാഷയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ രാഷ്ട്രീയക്കാർ സ്വന്തമായിട്ട് തീരുമാനമെടുക്കുക. ഇതൊക്കെ ഈ നാട്ടുകാരെന്തിനാണ് കേൾക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു ആശങ്ക. ഇതൊക്കെ ആൾക്കാർ ടിവിയിൽ കണ്ടോണ്ടിരിക്കല്ലേ? ആരോട് ആ ഒരു പൊള്ളലുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങയുടെ അടക്കമുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും കേരളത്തിലെ ആദരണീയായ ഒരു പ്രവർത്തക അവരാരുടേതുമാവട്ടെ അവർ രാഷ്ട്രീയ തീരുമാനം എടുത്തതിനെ സംബന്ധിച്ച് അവരുടെ അച്ഛനും അമ്മയ്ക്കും വിളിക്കാന്ന് പറഞ്ഞപ്പോൾ അതിനെ തത്സമയ സംപ്രേഷണം ചെയ്തില്ല. നിങ്ങളൊക്കെ എന്തുകൊണ്ട് സംപ്രേഷണം ചെയ്തു? അതാ നിന്റെ വിഷമം. അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. അപ്പോഴതിൽ അശ്ലീലമില്ല, അപ്പോഴതിൽ തെറ്റായ പ്രയോഗമില്ല, അപ്പോഴതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ല, അല്ലേ? അപ്പം കോൺഗ്രസുകാരനോട് സംവദിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഷ ഞാൻ കോട്ട് ചെയ്തപ്പോ അതിലങ്ങേക്ക് പൊള്ളലുണ്ട്. അപ്പം കേൾക്കുന്ന തവണ ആവർത്തിക്കണോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. കോൺഗ്രസ് നേതാക്കൾ ഞാനിത് ഓൺ ചെയ്തില്ലല്ലോ. അങ്ങ് എത്രയോ സംവാദങ്ങളിലും പുറത്തും പ്രഭാഷണങ്ങളിലും യോഗങ്ങളിലും ഒക്കെ ഞങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട്. ആരുടെയെങ്കിലും അച്ഛനും അമ്മയ്ക്കും വിളിച്ചിട്ടാണോ ഞങ്ങൾ ആരെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? അയ്യോ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ PC ജോർജ് അങ്ങനെ വിളിച്ചിട്ടാണ് പ്രവർത്തനം നടത്തുന്നത്. അതിനെക്കുറിച്ച് ചർച്ചയിൽ കോൺഗ്രസിന്റെ അഭിപ്രായം പറയാൻ വന്നിരുന്ന പ്രതിനിധിയോട് ചോദിച്ചപ്പോഴോ അയാൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അത് ഞങ്ങളുടെ ശൈലിയാണ്, ഞങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ വേണമെങ്കിൽ കേട്ടോളാം, നിങ്ങൾ ഇതൊക്കെ കേട്ട് സഹിച്ചോളാം. ആ കോൺഗ്രസ് നേതാവിനോട് സംവദിക്കാൻ ഡിവൈഎഫ്ഐയുടെ ഭാഷയല്ലല്ലോ ഞാൻ സ്വീകരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കോൺഗ്രസിനോട് സംവദിക്കാൻ സ്വീകരിച്ച ഭാഷയല്ലേ? അതല്ലേ അവർക്ക് കൂടുതൽ മനസ്സിലാകുക. ശരി, ഓക്കെ, മനസ്സിലായോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല? അല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ചോദിക്കുന്നില്ല. പിന്നെ തുടങ്ങിയേക്കാം. അല്ലല്ല ഞാനിവിടെ മറ്റേ പണിക്കല്ലല്ലോ വന്നേ. താങ്കൾ എന്നോട് CPM-ൽ നിന്നും BJP-യിലേക്ക് പോയിട്ടുള്ള ചില ആളുകളുടെ പേര് ചോദിച്ചു. ഞാൻ പറയാൻ എഴുതിയെടുത്തോളൂ, അറിഞ്ഞുകൂടെങ്കിൽ എഴുതിക്കോളൂ. ഒന്ന് അതല്ല തീർന്നില്ലല്ലോ. ഞാൻ പറയാതെ പ്ലീസ് താങ്കൾ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഖഗൻ മർമു എന്ന് പറയുന്ന MLA, അദ്ദേഹം ഉത്തര മാൾഡാസ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നായിരുന്നു. 2001 മുതൽ 2019 വരെ MLA ആയിരുന്നു. അദ്ദേഹം BJP-യിൽ പോകുമ്പോൾ MP ആയി മത്സരിച്ചു. ഇപ്പൊ MP ആണ്. അദ്ദേഹം മത്സരിക്കാൻ പോകുമ്പോഴും അത് CPM-ന്റെ MLA ആണ്, രാജിവെച്ചിരുന്നില്ല. മഫൂജ ഖത്തൂൽ 2001 2006 MLA ആയിരുന്നു. കുമർഗഞ്ചിൽ നിന്നുള്ള MLA ആയിരുന്നു. ഇപ്പൊ BJP-യിലാണ്. മൊബഷർ അലി 2008 മുതൽ 2023 വരെ CPM-ന്റെ MLA ആയിരുന്നു. ഇപ്പൊ BJP-യിലാണ്. ഇനി അശോക് ദിന്ദ പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. BJP-യിൽ പോയി. മൊബഷർ അലിയൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ഇതാണ് പൊളിറ്റിക്കലി തന്തയില്ലായ്മ എന്ന് പറയുന്നത്. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണേ എനിക്ക് പിടിക്കണം? അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഷ ഉപയോഗിച്ച കേട്ടില്ലേ? അല്ല, അത് പറഞ്ഞില്ലേ, ഞാൻ പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി വേറെ കാര്യമാണ് പറയുന്നത്. എന്റെ പൊന്നെ ഒന്ന് മിണ്ടാതിരിക്കാവോ? ഞാനിത് പറയുന്നത് ഒരിക്കലെങ്കിലും തിരിച്ചു പറയാതെ പോയാൽ അദ്ദേഹം അത് പിൻവലിക്കോ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് വലിയ പരാതിയാണ്.
വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അടഞ്ഞപ്പോ ഇപ്പൊ ഇത്തരത്തിലുള്ള അഭ്യാസം ഇല്ല, നിങ്ങൾ അതിന് മറുപടി പറയണം. ഞാൻ സംസാരിക്കട്ടോ? അതേ പറയട്ടെ വേണ്ട വേണ്ട ശ്രീ ജയിക്ക് കുറേ നേരം അദ്ദേഹം പറയട്ടെ. പറഞ്ഞു കഴിയട്ടെ, നമുക്ക് ചോദിക്കാലോ. പറഞ്ഞു കഴിയട്ടെ. അല്ല, അദ്ദേഹം ആ പ്രയോഗത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ? തളാങ്കുളം നിർത്തൂലേ? അതൊന്ന് പറയാൻ സമ്മതിക്കൂ. ശല്യമായില്ല ഒന്ന് മിണ്ടാതിരിക്കും. ശാന്തത അല്ല, അദ്ദേഹം അത് പറയുന്നില്ല. അല്ല, അദ്ദേഹം ഞാൻ പറയട്ടെ. താങ്കൾ അത് പറയുന്നില്ല. ശ്രീ ജ്യോതികുമാർ പറയും. നിങ്ങൾ തന്തയ്ക്കുള്ള മത്സരത്തിൽ ഇപ്പൊ വള്ളപ്പാടുകൾക്ക് മുന്നിലാണ്. ഇനിയും നടഞ്ഞ അദ്ദേഹം കേൾക്കട്ടെ. ജ്യോതികുമാർ ചാമക്കാലയുടെ അവസരം അദ്ദേഹം ഇത്രയും നേരം അദ്ദേഹം പറഞ്ഞു. മനസ്സിലായോ? യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും അദ്ദേഹം എടോ, വിവരം കെട്ടവനെ ഞാൻ സാമാന്യ മര്യാദ കൊണ്ട് മര്യാദക്കിരിക്കുക. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഞാൻ ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ പറഞ്ഞത് ഒരു കോളേജിലെ പ്രിൻസിപ്പളിന് മറ്റേ പണിയായിരുന്നു എന്ന്? നമ്മളാരെങ്കിലും ആണോ പറഞ്ഞത്? ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ? അപ്പോ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആൾ പരനാറി എന്നാ വിളിക്കുന്നത്, നികൃഷ്ടജീവി എന്നാ വിളിക്കുന്നത്, കടക്ക് പുറത്തുനിന്നാ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല അതിനകത്തൊക്കെ എന്താ ഉള്ളതെന്ന്. അപ്പോൾ ആ രീതിയിൽ സംസാരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതി ഞാൻ താങ്കൾ ചോദിച്ചത് BJP-യിൽ പോയിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാരുടെ നീണ്ട ലിസ്റ്റ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് വാട്സപ്പിൽ അയച്ചു തരാം, വായിച്ചാൽ തീരത്തില്ല. ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. CPM-ന്റെ പാർട്ടി ഓഫീസിന്റെ ആ ചോപ്പൊന്ന് ഇച്ചിരി കാവ്യാക്കിയിട്ട് അവിടെ BJP എഴുതിയ പാർട്ടിയാണ് CPM. എവിടെ പോയി? നിങ്ങളുടെ 2% എങ്ങനെ വോട്ട് ഷെയർ പോയി? 37 വർഷവും 36 വർഷവും ഭരിച്ചിരുന്ന സംസ്ഥാനമല്ലേ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ. എന്നിട്ട് വന്നിരുന്ന് ഘോര സംസാരിക്കും. അബു പ്രസാദ്, താങ്കൾക്കാണ് അവസാന അവസരം. ഇവിടെ കോഴമാണി എന്ന് പറഞ്ഞുകൊണ്ട് എന്തുമാത്രം കിടന്ന് ബഹളം വെച്ചവരാണ് ഈ ജയിക്കിന്റെ പാർട്ടി. ഇന്നൊരക്ഷരം കോഴമാണി എന്നൊരക്ഷരം ഇണ്ടാൻ അവർക്ക് കഴിയുമോ? ഒരിക്കൽ ഇവിടെ ഞാൻ കേട്ടതാണ്, കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഗണേശനെതിരെ ഇവർ വിളിക്കുന്ന ഒരു മുദ്രാവാക്യം ഞാൻ കേട്ടതാണ്, പട്ടിപ്പാല് കുടിച്ചവനെ തന്തയില്ല കഴിവേറിയെന്ന്. എന്താ ഉറക്കം വരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ആ മുദ്രാവാക്യം. VS അച്യുതാനന്ദനെ ഗണേഷ് കുമാർ വലിയ തോതിൽ ചീത്ത വിളിച്ച സമയത്ത് ഇതേ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അവര് പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ആത്മാർത്ഥതയില്ല. അപ്പോ രാഷ്ട്രീയക്കാരന്റെ എടുക്കുന്ന സമീപനങ്ങൾ എന്തോ അതനുസരിച്ച് സമീപനം. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.